ഈ നോവൽ ചർച്ചയുടെ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ഷാജിയേട്ടൻ, എൻ്റെ പേരുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഷാജി കുമാർ എന്ന പേരിൽ. ശരിക്കും എനിക്ക് എൻ്റെ പേര് ഷാജി എന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഹരിദാസ് എന്ന് പറയുന്ന ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആ ഡോക്ടറാണ് എന്നെ ഷാജി എന്നുള്ള, ഷാജി ഒരു വൃത്തികെട്ട പേരാണ്, അലവലാതി ഷാജി, കുണ്ട ഷാജി അല്ലേ. അതുകൊണ്ട് അത് കുറച്ച് വൃത്തിയാക്കുന്നത് ഹരിദാസ് ഡോക്ടറാണ്. അപ്പോൾ ഷാജി കുമാർ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഷാജിയേട്ടൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സുനിലേട്ടൻ, ഈ ചടങ്ങിൻ്റെ മോഡറേറ്ററായി നിൽക്കുന്ന മുഹമ്മദ് ഖാൻ, പുസ്തകത്തെക്കുറിച്ച് നോവലിനെ കുറിച്ച് സംസാരിക്കുന്ന സുഖുവേട്ടൻ, നന്ദി പറയുന്ന കോമളേച്ചി, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിലാവ് പ്രതിമാസ സാംസ്കാരിക സംഗമത്തിൻ്റെ ഭാഗമായി മരണവംശം എന്ന എൻ്റെ നോവൽ ചർച്ചയ്ക്കെടുത്തതിലുള്ള സന്തോഷവും സ്നേഹവും ആദ്യമായി അറിയിക്കുന്നു. കാസർഗോഡാണ് എൻ്റെ വീട്. അങ്ങേയറ്റത്ത് എന്തൊക്കെയോ അത്തും വിത്തും അറിയാത്ത ഒരു മനുഷ്യൻ എഴുതിയ ഒരു നോവലാണ് മരണവംശം. അപ്പം അത് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ 3 ഗ്രന്ഥശാലകൾ സംയുക്തമായി ചർച്ചയ്ക്കെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. രണ്ടാമത് എനിക്ക് എൻ്റെ നോവലിനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടുണ്ട്. ഞാൻ നേരത്തെ നോക്കിയെന്നോട് പറയുകയായിരുന്നു. കാരണം നമ്മളിരുത്തിയിട്ട് നമ്മൾ നോവലിൻ്റെ നല്ലതെല്ലാം പറയുമ്പോൾ പ്രത്യേകിച്ചൊരു എൻ്റെ കഥകളെക്കുറിച്ചും നോവലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പരമാവധി ഞാൻ മുങ്ങാറാണ് പതിവ്, അല്ലെങ്കിൽ തിരക്കുണ്ട് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടുന്ന് വന്ന വിളി ഭയങ്കര സ്നേഹപൂർണ്ണമായ വിളിയായിരുന്നു സുഖോട്ടൻ. അതെനിക്ക് സുഖോട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. കാരണം അത്രയും സ്നേഹത്തിലാണ് സാറ് ഒന്നുമല്ല വിളിക്കരുത്. ഇന്ന് നേരത്തെ ലോഹിയുടെ സാറ് ഞാൻ സാറൊന്ന് വിളിക്കാനുള്ള നടക്കുന്നതായിട്ടുള്ള ഒരാളെന്നല്ല, ഷാജിന്ന് വിളിച്ചാൽ മതി. ആ സുഖോട്ടനിങ്ങനെ ഓരോ തവണയും ഞാൻ ഏത് പുസ്തകമാണ് വേണ്ട സമ്മാനമായിട്ട് സ്നേഹോപകാരമായിട്ട് ഏത് പുസ്തകമാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ എനിക്ക് ഈ മനുഷ്യൻ ഇങ്ങനെയും പാവത്താനായിട്ടുള്ള മനുഷ്യരുണ്ട് ഇന്ന് ഒരു വലിയ കുറ്റബോധം തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംസാരിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. മരണവംശം എൻ്റെ ആദ്യ നോവലായിട്ട് വരേണ്ട കൃതിയായിരുന്നില്ല. ഞാൻ ആദ്യം വേറൊരു നോവലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിയമസഭാ മണ്ഡലം ദ്വയാംഗ മണ്ഡലമായിരുന്നു. EMSഉം ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു കല്ലളം വൈദ്യരുമായിരുന്നു ഇടതുപക്ഷം അരിവാൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ ഒരു പുഴയുണ്ട്, പുഴ കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഓറ വീട്. ഒരു ദളിതനായിരുന്നു. അപ്പോൾ വൈദ്യരായിരുന്നു. ഭയങ്കര പാമ്പ് കടിയിട്ടാലും മറ്റ് പല അസുഖങ്ങൾക്കും ഭയങ്കരമായിട്ട് ചികിത്സിക്കുന്ന ഒരു വൈദ്യരായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ EMSനേക്കാളും ഭൂരിപക്ഷം വൈദ്യർക്കുണ്ടായിരുന്നു. EMS മുഖ്യമന്ത്രി വൈദ്യ നിയമസഭയിലെത്തി. അപ്പോൾ ഞാനിങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഇലക്ഷൻ്റെ നോട്ടീസ് അന്ന് AK ഗോപാൽ AKG ലോക്സഭയിലേക്ക് കാസർഗോഡ് മത്സരിക്കുന്നു. EMSഉം കല്ലളം വൈദ്യരും കാലങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഈ നോട്ടീസ് കണ്ട സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കല്ലളം വൈദ്യർ അതിനുശേഷം പഴക്കി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മറ്റ് പല ഭരണ സമിതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്മാരകമോ അങ്ങനെ മറ്റു തരത്തിലുള്ള അടയാളപ്പെടുത്തലോ ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇത്ര മതി ദളിതനായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പൊതുജനങ്ങളോട് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ വിസ്മൃതിയുടെ കാഴ്ചയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ലളിതനായതുകൊണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് കല്ലളം വൈദ്യരുടെ ജീവിതം ആസ്പദമാക്കി ഞാൻ നോവൽ എഴുതാൻ തീരുമാനിച്ചത്. അതെനിക്ക് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ KR നാരായണൻ എന്ന മനുഷ്യൻ, നമ്മളുടെ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണൻ, അദ്ദേഹം എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്ത MP ഒക്കെ ആയി, രാഷ്ട്രപതിയായി. പക്ഷേ KR നാരായണനോ ഈ ഇപ്പോഴത്തെ മുഖ്യധാര സമൂഹം എത്രമാത്രം ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് അല്ലേ. നമ്മൾ
ബാക്കി പലരെയും നമ്മൾ ഓർമ്മിക്കും. ഉമ്മൻചാണ്ടി സാറിന് മറ്റേ സെമിത്തേരി വരെ ഉണ്ടാക്കിയിട്ട് അവിടെ കല്ലറയിൽ പുഷ്പം സമർപ്പിക്കാൻ നമുക്ക് ഭയങ്കര തൃപ്തിയാണ്. പക്ഷെ KR നാരായണൻ എന്ന മനുഷ്യനെ നമ്മുടെ മുഖ്യധാരാ സമൂഹം മനഃപൂർവ്വം മറന്നു കളയുന്നുണ്ട് എന്നുള്ളത് അവിതർക്കമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ദളിതനായതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ നോവൽ എഴുതാൻ വിചാരിച്ചത്. പക്ഷേ ഈ നോവൽ വായിച്ചവർക്കറിയാം, അതിലൊരു ഭാസ്കരൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ആ ഭാസ്കരൻ ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഈ മനുഷ്യനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഇദ്ദേഹത്തെ കാണാൻ പോയി. അതിൻ്റെ പേര് ഗോപാലൻ എന്നാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഴയ കാലങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയത് അയാളുടെ ചൂണ്ടുവിരലാണ്. ഈ നോവൽ വായിച്ചവർക്കറിയാം, ആ ചൂണ്ടുവിരൽ വലിയൊരു കഥാപാത്രമാണിത്. ഈ മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുന്ന സമയത്ത് ഇയാൾ ഡോക്ടറോട് പറഞ്ഞ് എന്ത് സംഭവിച്ചാലും ഈ വിരല് ജീവനോട് വെക്കണം, ഇത് വെച്ച് എനിക്ക് ഓനെ തീർക്കണം, അല്ലെങ്കിൽ എന്നെ കണ്ണടയില്ല. ഈ ഡയലോഗ് ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നു ആ നാട്ടിൽ, ഈ ഗോപാലൊക്കെ. അങ്ങനെ ഒരു 6-7 മാസം ആശുപത്രി കിടക്കുകയും തിരിച്ചു വന്ന് 6 മാസങ്ങൾക്കുള്ളിൽ ഈ എന്നെ തന്നെ വെടിവെച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ച നാട് അയാളെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൂണ്ടുവിരൽ അനങ്ങുന്ന ഇതിൽ നിന്നാണ് ഇതായിരിക്കണം എൻ്റെ നോവൽ എന്ന് എനിക്ക് തോന്നിയത്. എഴുതി തുടങ്ങിയത് ഒരു 6 വർഷം മുമ്പാണെങ്കിലും ഈ നോവലിൻ്റെ പ്രമേയം വരുന്നത് ഇന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്ന സമയത്താണ് ഈ നോവലിൻ്റെ ഒരു ഇത് മനസ്സിൽ നടക്കുന്നത്. അന്ന് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലേഖന മത്സരത്തിന്, ജനാധിപത്യവും മതനിരപേക്ഷതയും എന്നുള്ള വിഷയത്തിൽ നടത്തിയ, കോളേജ് വിദ്യാർത്ഥികൾക്ക് നടത്തിയ ലേഖന മത്സരത്തിന് പ്രീ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായി പഠിക്കുകയായിരുന്നു. എനിക്ക് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ എത്ര നീളമൊന്നുമില്ല, വളരെ 152 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ പൊക്കം വെച്ചത്. അപ്പോൾ ഞാൻ ഭയങ്കര പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ടാണ് സമ്മാനം വാങ്ങുന്നത്. സമ്മാനം വാങ്ങി ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രാസംഗികർക്ക് സ്വഭാവം അറിയും. ഒരു മൈക്ക് കിട്ടിയാൽ കുറേ നേരം പ്രസംഗിക്കും. അപ്പോൾ പ്രസംഗിച്ച് അവസാനം രാത്രി. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കുറേ തമാശ പറയണോ? അതെ, തമാശ പറഞ്ഞാണ് അപ്പോൾ പരിപാടി കഴിയുമ്പോൾ കുറേ വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരാൻ വണ്ടിയൊന്നുമില്ല, ബസ്സും ഇല്ല, ഓട്ടോറിക്ഷയോ ഒന്നുമില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും, നമുക്ക് ഇവിടെ നിൽക്കാം, ഇവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയി. ആ സ്കൂൾ ഇന്നത്തെ പിണറായി സർക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കാരമൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. എല്ലാം മറ്റേ മേൽക്കൂരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിലാവൊക്കെ ഇങ്ങനെ തറയിലേക്ക് വന്ന് വീഴുന്ന ഒരു പഴയ പൊളിഞ്ഞ ഒരു LP സ്കൂളായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3-4 ബെഞ്ച് കൂട്ടി വെച്ച് മലന്ന് കിടന്ന് വെളുവർത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പുറത്ത് ബാക്കിലൊരു വലിയ കുന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു പുളിപ്പുല്ലുണ്ട്, വെളുത്ത വലിയ പുല്ല. ആ പുല്ല് കാറ്റത്ത് ഇങ്ങനെ ഇളകി ആടുന്നുണ്ട്. തെങ്ങത്തിൻ്റെ തെങ്ങിനൊക്കെ മുടി ആടുന്നത് പോലെ അതിങ്ങനെ ഇളകി ആടുന്നതിൻ്റെ ഒച്ച കേൾക്കാം. നിലാവ് ഈ പൊട്ടിപ്പൊളിഞ്ഞ ഓടിനടിയിലൂടെ നമ്മളുടെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ കഥ, ഈ വിരലിൻ്റെ കഥ സുരേഷ് പറയുന്നത്. അന്ന് അതിലൊരു കഥയുണ്ട് എന്നെ മനസ്സ് പറഞ്ഞു. എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിത്ത് മനസ്സിലിട്ട് തന്നെ വളരും. അതിന് പലതരത്തിൽ നമ്മൾ വെള്ളയിച്ചുകൊണ്ടിരിക്കും. പലതരം സുഹൃത്തുക്കൾ ചില അനുഭവങ്ങൾ വരും, അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ ആലോചനകളിലൂടെ അത് വളരും. അപ്പം അന്ന് പ്രീ ഡിഗ്രി 1ാം വർഷം 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് വന്ന ആ കഥയുടെ ബീജം, ആ കഥയുടെ വിത്ത്, അത് തന്നെത്താനെ വളരുകയായിരുന്നു. കാരണം അതിനുശേഷം ഒരുപാട് തവണ ഞാൻ ആ നാട്ടിൽ പോകുന്നുണ്ടായി. അവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സംഭവത്തിൻ്റെ പല തരത്തിലുള്ള ഡയമെൻഷനിലുള്ള കഥകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ നോവലിൻ്റെ പരമാംശം ഒരു ഘട്ടത്തിൽ ഈ വിരലിൻ്റെ ഉടമയായിട്ടുള്ള മനുഷ്യനെ കണ്ടപ്പോൾ എൻ്റെ ആദ്യ നോവലായിരിക്കണമെന്ന് വിചാരിക്കുകയും ഞാൻ എഴുതുകയും ചെയ്യുന്നത്. ഇതാണ് മരണവംശത്തിൻ്റെ ഒരു സംഭവം. എൻ്റെ എല്ലാ ഭ്രാന്തുകളും എഴുതി വെച്ചിട്ടുള്ള നോവലായിരുന്നത്. ആദ്യം അതിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 620 പേജുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തത് എൻ്റെ പങ്കാളിയായിട്ടുള്ള മനീഷയാണ്. നമ്മൾ ഭയങ്കര നിർദ്ധയമായി പലതും കട്ട് ചെയ്തു.
അത് പക്ഷേ എനിക്ക് പലതും ഉൾപ്പെടുത്തേണ്ടിയിരുന്നു എന്ന് തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ആക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനും ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാനോളം ഉറപ്പായിരുന്നു ഒരു മനുഷ്യനും വായിക്കില്ല ഈ പുസ്തകം. കാരണം പ്രാന്താണല്ലോ, മൊത്തം പ്രാന്ത്. പിന്നെ ഭാഷ കാസർഗോഡിലെ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ല. എൻ്റെയൊക്കെ അമ്മമ്മയും ചെറിയമ്മയൊക്കെ സംസാരിച്ച ഭാഷയാണ് അതിലൊക്കെ എഴുതി ആഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആരും വായിക്കൂല, അതങ്ങനെ ആരും വായിക്കാത്തൊരു കൃതിയായി. പിന്നെ എനിക്ക് അതുവരെ എൻ്റെ പുസ്തകങ്ങൾ കഥാസമാഹാരങ്ങൾക്കൊന്നും വലിയ വായനക്കാരൊന്നുമില്ല. അപ്പം നിങ്ങൾ തന്നെ പലരും എൻ്റെ കഥകളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആകെ 2 പതിപ്പോ 3 പതിപ്പാണ് മാക്സിമം. കിടപ്പുറ സമരമാണ് 4 പതിപ്പ് വിറ്റുവരുന്നത്. അപ്പോൾ ഇത് നോവലിറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു മനുഷ്യൻ വായിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായില്ല. ഇറങ്ങിക്കഴിഞ്ഞ പക്ഷേ ഒരു ആഴ്ചക്കുള്ളിൽ 1000 കോപ്പി കിട്ടി. അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയാണ് നോവൽ. 30 പതിപ്പിലെത്തി. ഒരു 35,000-36,000 കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. അതിന് നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നത്. വായനക്കാരാണത് നെഞ്ചിലേറ്റത്. വായനക്കാരുടെ ഇഷ്ടമാണ് ആ നോവലിന് സമ്മാനിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള ആളുകളും രാഷ്ട്രീയ നേതാക്കൾ, സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാധാരണക്കാരായ ആൾക്കാർ, അവരേറ്റവും വലിയ സന്തോഷം തോന്നുന്നു. അങ്ങനെ വാർത്തൻ്റെ പണിക്കെല്ലാം പോകുന്ന ആൾക്കാർ രാത്രികളൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച സന്തോഷം, അത്തരത്തിലുള്ള സന്തോഷം കൂടിയുണ്ട്. ഇത് പലതരത്തിലുള്ള വായനക്കാർ ആ നോവൽ ഇഷ്ടപ്പെടുത്തി എന്നുള്ളത് അതെൻ്റെ കഴിവല്ല. അത് ആ കഥയിലെ കഥാപാത്രങ്ങളും കഥാപരിസരവും അതിലെ ഭാഷയൊക്കെ ആണ് അത് വായനക്കാരെ ഇഷ്ടപ്പെടുത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ആ കൃതിക്ക് എന്താണ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതമായിരുന്നു ആ നോവലിൻ്റെ റെഫറൻസ്. മഹാഭാരതത്തിൽ നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അതിലൊരു കഥയുണ്ടാവും. അതായത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം. കൗരവർ തോൽക്കുന്നു, പാണ്ഡവർ വിജയിക്കുന്നു, എല്ലാവരും അനാഥരാകുന്നു. പക്ഷെ അതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ആ ലീനിയറായിട്ടുള്ളൊരു കഥയിൽ നോൺ ലീനിയറായിട്ട് ഒരുപാട് കഥകളുണ്ടാവും, ഉപകഥകൾ. അപ്പോൾ എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലം തൊട്ടേ കുറേ കഥകൾ കേട്ട് ഉള്ളിലുണ്ട്. നമുക്ക് വയസ്സായി, 42 വയസ്സായി, പിന്നെ അധികകാലമൊന്നുമില്ല എന്ന് തോന്നി. അപ്പോൾ ഈ കഥകളൊക്കെ പറയാൻ എന്താണ് മാർഗം എന്ന് നോക്കുമ്പോഴാണ് ഭാസ്കരൻ ഗോപാലൻ്റെ കഥ വരുന്നത്. ആ കുഞ്ഞന്മാരും ജാനകിയും തമ്മിലുള്ള വൈര്യം, ആ വൈരത്തിൻ്റെ ഇടയിൽ പല ഉപകഥകൾ കൂട്ടിച്ചേർക്കാൻ എന്നെ സഹായിച്ചത് മഹാഭാരതമാണ്. അതൊരു മുത്തുമാല മുത്തുകൾ കോർക്കുന്നവരെ. ഒരു മുത്തുമണി മോശമായി കഴിഞ്ഞാൽ ആ മാല കാണാൻ പാങ്ങുണ്ടാവില്ല. പാങ്ങെന്ന് പറഞ്ഞാൽ രസം ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഉപകഥ ചേർക്കുമ്പോൾ അത് മാറി നിൽക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു മലയാളവംശത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തത്. പക്ഷെ എന്തോ എന്നറിയില്ല, ഞാനത് എഴുതുന്ന സമയത്ത് അതെന്നെ കൊണ്ടുപോയിരുന്നു. നോവൽ ഒരിക്കലും അങ്ങനെ കൃത്രിമമായിട്ട് എഴുതിയതല്ല. ഒരു ഘട്ടത്തിൽ ഞാനത് നേരത്തെ പറയുകയുണ്ടായി. അതായത് ഈ കുഞ്ഞന്മാർ 4ാമത് നിറത്തിൽ വെച്ചിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന കുഞ്ഞന്മാർ. പിന്നെ ഞാൻ വെച്ചു ഓർമ്മ പോയല്ലോ, ഇനിയിപ്പോൾ കൊന്നു കളഞ്ഞേക്കാം. അതർത്ഥമാണ് ആരെയും കൊല്ലാൻ, ആരെയും ചെയ്യിപ്പിക്കാം. പക്ഷെ കുഞ്ഞന്മാർ സമ്മതിച്ചില്ല. ആ കുഞ്ഞന്മാർ 4ാം നിറത്തിന് ഓർമ്മ പോയ കുഞ്ഞന്മാരിന് പിന്നെ ഓർമ്മ തിരിച്ചു കിട്ടി. കുഞ്ഞന്മാർ അവസാനത്തെ പേജിന് തൊട്ട് മുമ്പ് വരെ കുഞ്ഞന്മാർ, അത് ആ കഥാപാത്രം എന്നെയും മറികടന്നിട്ട്. അങ്ങനെയുണ്ട് എഴുത്തുകാർക്ക്, അങ്ങനെ ഉണ്ടാവും. എഴുത്തുകാരുടെ കഥാപാത്രങ്ങളും കഥാപരിസരവും എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുന്നത് പരിസരം. അത് പലതരത്തിലുണ്ട്. ദൈവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. പക്ഷെ ഇതിൽ എഴുതുമ്പോൾ ദൈവങ്ങളെല്ലാം പാവങ്ങളായി മാറി. എല്ലാം പാവങ്ങൾ, സാധുക്കളായിട്ടുള്ള ദൈവങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഈ എഴുത്തുവേളയിൽ എന്തോ ഒരു വേറെ തരത്തിലുള്ള ഒരു എന്താ പറയുക, എന്തോ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അത്ര വിശ്വാസിയല്ല. പക്ഷെ ഇതിലെന്തോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് മരണവംശം എഴുതപ്പെട്ടത്. ഇത് ഗണത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഗണമാണ്. ഗണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിന് മരണത്തിന് മുമ്പുള്ള വെപ്രാളം മാത്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഹിംസയെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ജീവിതത്തെ ആഴത്തിൽ അറിയുന്നത് എന്ന് വിചാരിക്കുന്നു. ഹിംസയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അഹിംസയിലേക്കുള്ള വഴി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ലോകത്തിലെ എല്ലാ മികച്ച കൃതികളും ഹിംസയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃതികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മഹാഭാരതം, രാമായണം, ഇലിയഡ്, ഹോമർ, യുദ്ധവും സമാധാനവും,
അപ്പോൾ അങ്ങനെ ഉള്ള കൃതികൾ ഒക്കെ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് സ്നേഹത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കും നടത്തുക, സമാധാനത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കും നടത്തുക, അല്ലെങ്കിൽ അതിജീവനത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കും നടത്തുക. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയ ശ്രമം, വലിയ ശ്രമം മരണാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് പിന്നെ ഡെത്ത് ഓഫ് എൻ ഓതർ എന്ന് റോളാൻ ബാർത്ത് പറഞ്ഞൊരു ഒരു പ്രയോഗമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് വായനക്കാരനാണ്. വായനക്കാരൻ പൈസ കൊടുത്ത് വാങ്ങിയൊരു പുസ്തകം അതെന്തും പറയാം, അവന് വേണമെങ്കിൽ കത്തിച്ച് കളയാം. എനിക്ക് അത്തരത്തിലുള്ള കാൽപ്പനികതയിലുണ്ട്. അപ്പോൾ ഞാനിത് വായനക്കാർക്ക് വിട്ടു കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിനെ കൊല്ലാനോ ഒക്കെ ചേർത്ത് പിടിക്കാനോ കൊണ്ടു നടക്കാനോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുറേ ചോട്ടം സംസാരിക്കാം. ഇനിയിപ്പോൾ ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് നിർത്തുന്നു.